കോഴിക്കോട് പൂവാറംതോട് വിലങ്ങുപാറയിൽ പുലി ഇറങ്ങി. ബാബു എന്ന ആളുടെ വീട്ടിലാണ് ഇന്ന് പുലർച്ചെ പുലിയെ കണ്ടത്. ഫോറസ്റ്റ് ടീമും RRT അംഗങ്ങളും സ്ഥലത്ത് പരിശോധന നടത്തിയ ശേഷം കടുവയ്ക്കായി തീരുമാനം എടുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, തുടർ നടപടികൾ എങ്ങനെയായിരിക്കും? ഇപ്പൊ പുലിയെ പിടിക്കാൻ വേണ്ടി കൂട് വെച്ചിട്ടുണ്ട്. കോഴിക്കോട് കിഴക്കൻ മലയോര മേഖലയിലാണ് ഈ പ്രശ്നമുള്ളത്. തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ വരുന്ന കൂടരഞ്ഞി പഞ്ചായത്തിലാണ് ഈ പൂവാറംതോട് എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 300ഓളം കുടുംബങ്ങൾ ഈ വന്യമൃഗ ശല്യത്തിലൊക്കെ രൂക്ഷമായ പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് വീട് മാറി പോകേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആദ്യമൊക്കെ ഈ കാട്ടുപന്നിയും കാട്ടുപോത്ത്, ആന തുടങ്ങിയവയുടെ ശല്യമാണെങ്കിൽ ഈ അടുത്ത കാലത്താണ് ഇത്തരത്തിൽ പുലിയുടെ സാന്നിധ്യമൊക്കെ ശ്രദ്ധയിൽപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് ബാബു എന്ന് പറയുന്ന ആളുടെ വീടിന്റെ പരിസരത്തു കൂടി പുലി പോകുന്ന ദൃശ്യം അവരുടെ CCTVയിൽ പതിഞ്ഞത്. പിന്നീട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വിവരം അറിയിക്കുകയായിരുന്നു. വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കൂടൊക്കെ വെച്ചിട്ടുണ്ട്. രാത്രി ഉൾപ്പെടെ നിരീക്ഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. മറ്റ് CCTVകൾ, പ്രദേശത്തെ മറ്റ് വീടുകളിലെ CCTVകൾ ഉൾപ്പെടെ ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്. വലിയ രീതിയിലുള്ള വന്യമൃഗ ശല്യമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ തിരുവമ്പാടി നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. അവിടെ കൂടരഞ്ഞി ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതിനാൽ തന്നെ നാട്ടുകാർക്ക് അടുത്ത പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഇത് ശാശ്വതമായ പരിഹരിക്കാൻ ഒരു നടപടി ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. 10 വർഷത്തിനിടയിൽ 300ഓളം കുടുംബങ്ങളാണ് ആ പ്രദേശത്ത് നിന്നും വന്യമൃഗ ശല്യത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായി വീട് വിട്ട് പോവേണ്ടി വന്നിട്ടുള്ളത്. ശരി, ഗോകുൽ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.